നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ 4 വിദ്യാർത്ഥികളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. പരീക്ഷ റദ്ദാക്കണമെന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ഹർജി ജൂലൈ 8-നാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ദേശീയ തലത്തിൽ വലിയ തോതിൽ സമരം ചെയ്യുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്യം കണ്ടത്. UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽ വലിയ പ്രതിഷേധം കനക്കുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. 10 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് ആശങ്കയിലായത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്ക് പിന്നാലെ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന നടപടി ഇരട്ടി പ്രഹരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 9,08,000-ലധികം വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. വീണ്ടും പരീക്ഷ എഴുതുക എന്നുള്ളൊരു വഴി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വീണ്ടും പരീക്ഷ സംഘടിപ്പിക്കുന്ന സമയത്ത് അത് കുറ്റമറ്റ രീതിയിൽ അപാകതകളില്ലാതെ ക്രമക്കേടുകളില്ലാതെ നടത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഉയർത്തി മുന്നോട്ട് വരുന്നു. പ്രവേശന പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ NTA കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല. എന്തിനെങ്കിലും ഏജൻസി NTA പിരിച്ചുവിടണമെന്നുള്ളൊരു ആവശ്യം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് ഒഴിയണമെന്ന ആവശ്യം. ഈ ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ വസതിക്ക് മുന്നിൽ NSU പ്രതിഷേധം നടത്തി. ഇനി അങ്ങോട്ട് രാജ്യ തലസ്ഥാനത്തും രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒന്നടങ്കം പറയുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തേക്കും അതുപോലെ തന്നെ പാർലമെൻറ്റ് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ പദ്ധതിയായി മുന്നോട്ടിട്ടിരിക്കുന്നുണ്ട്. CBI അന്വേഷണം ഈ ക്രമക്കേടുകൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് നിലവിലെന്തായാലും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്, കുറ്റവാളികളെ കണ്ടെത്താൻ. അതിനപ്പുറത്തേക്ക് വലിയ ഗൂഢാലോചന കേന്ദ്ര മന്ത്രാലയത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നടക്കം ഭരണഘടനയെയും ആരോഗ്യ സംവിധാനങ്ങളെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളെയും തകർക്കാൻ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ ഒന്നടങ്കം പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തകനൊപ്പം വസന്ത് സിറിയക് കോൺഗ്രസ് പ്രതിനിധിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ഷാദിർ ഖാനിലേക്ക്. ഷാദിർ ഖാൻ, വലിയ ഗൗരവതരമായ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ ഗൗരവമായി ബാധിക്കുന്ന 2 പരീക്ഷകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പലവിധ സംശയങ്ങളാണ് ഉയർന്നു വന്നത്. ദേശീയതലത്തിൽ ചൂടുള്ള ചർച്ചയായി മാറുന്നു. വളരെ പ്രധാനമാണ് അവരുടെ ഭാവിയെ സംബന്ധിച്ചും ഈ പരീക്ഷകളിൽ എന്താണ് തീർപ്പുണ്ടാവുക എന്നത്. ഏത് തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ആമുഖമായി പറയാം. ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. പരീക്ഷയുടെ വിശ്വാസ്യത സമ്പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ദേശീയതല പരീക്ഷകൾ വരുമ്പോൾ അത് സംസ്ഥാനങ്ങളിലെ പരീക്ഷകളിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കഴിയും എന്നൊരു വാദം വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ പറയുന്ന ദേശീയതല പരീക്ഷകളിലേക്ക് പോയത്. പക്ഷേ UGC നെറ്റ് എക്സാമിനേഷൻ ഇപ്പോൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്കറിയാം. അതിനകത്തൊരു എക്സാമിനേഷൻ ഫ്രോഡ് നടന്നിരിക്കുന്നു. അത് ദേശീയ തലത്തിൽ തന്നെ ഒരു മാഫിയ സംഘം യഥാർത്ഥത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നേരത്തെ വ്യാപം അഴിമതി വന്ന സന്ദർഭത്തിൽ തന്നെ ഉയർന്നു വന്ന കാര്യമാണ്. പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല, അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ല. ഇപ്പോൾ നീറ്റ് പരീക്ഷയിൽ വന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു. നെറ്റ് എക്സാമിനേഷന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. നീറ്റ് എക്സാമിനേഷൻ തീർച്ചയായിട്ടും റദ്ദാക്കണം എന്ന കാര്യം ആദ്യം മുതൽ തന്നെ വിദ്യാർത്ഥികൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. അങ്ങനെ ഒരു പരീക്ഷ റദ്ദാക്കേണ്ടി വരിക എന്നുള്ളത് വാസ്തവത്തിൽ അവർക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ എന്നിട്ട് പോലും അതിന്റെ ഒരു മെറിറ്റ് നിലനിൽക്കണമെങ്കിൽ, ഏതെങ്കിലും അടിസ്ഥാനത്തിൽ മെറിറ്റ് നിലനിൽക്കണമെങ്കിൽ ആ പരീക്ഷ റദ്ദാക്കപ്പെടണം. കാരണം ആ പരീക്ഷയിൽ മെറിറ്റ് പാലിക്കപ്പെട്ടിട്ടില്ല. ആ പരീക്ഷ യഥാർത്ഥത്തിൽ ചോദ്യപേപ്പർ ചോർന്നതല്ല, ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ഒരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ നടന്നത്. അതുവഴി അർഹതപ്പെട്ടവർ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിനെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി യഥാർത്ഥത്തിൽ അതൊരു സ്വകാര്യ ഏജൻസിയാണ്. ഒരു സ്വകാര്യ ഏജൻസിയെ ഒരു വിദ്യാഭ്യാസ ദേശീയ തലത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു പരീക്ഷ നടത്തിപ്പ് ഏൽപ്പിക്കണമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് NTA ഇനി ഒരു പരീക്ഷ നടത്തിപ്പ് ഏൽപ്പിക്കാൻ പാടില്ല. ഇപ്പൊ നടത്തിയ എക്സാമിനേഷൻസ് അത് റദ്ദാക്കി ഒരിക്കൽ കൂടി നടത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കരുണീയമായിട്ടുള്ള മാർഗം. വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ചതിയാണ്, വഞ്ചനയാണ്, തർക്കമില്ല. പക്ഷേ മറ്റെന്താണ് ഒരു മാർഗം? അപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിച്ചുകൊണ്ട് അർഹതപ്പെട്ടവർ വരുമെന്ന് ഉറപ്പാക്കാനായിട്ട് ചെയ്യണം. ഇപ്പൊ 2 എക്സാമിനേഷനെ സംബന്ധിച്ചും അതിന് ദേശീയ UGC നെറ്റ് എക്സാമിനേഷനെ സംബന്ധിച്ചും അത് തന്നെയാണ്.
സമാനമായ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻസ് ഒക്കെ തന്നെ ഒരുതരം ഈ കൊള്ള സംഘത്തിന്റെ അല്ലെങ്കിൽ മാഫിയ സംഘത്തിന്റെ പിടിയിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനേക്കാൾ ബെറ്റർ ആണ് പല സംസ്ഥാനങ്ങളിലെയും പ്രവേശന കമ്മീഷണർമാർ നടത്തുന്ന പരീക്ഷകൾ കുറെ കൂടി സുതാര്യമാണ്, കുറെ കൂടി മെറിറ്റോറിയസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. ശരി, വസന്ത് വസന്ത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് ആരോപണം ഉന്നയിക്കുകയാണ്. അത് പ്രധാനമന്ത്രിക്കെതിരെയാണ്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ മാത്രമല്ല, പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കുകയാണ്. ഈ പരീക്ഷാ നടത്തിപ്പിൽ ബോധപൂർവമായ വീഴ്ച വരുത്തി എന്ന ആരോപണം അത് എത്രത്തോളം നിലനിൽക്കുന്ന ഒന്നാണ്. ഈ പ്രാദേശികമായി നേരത്തെ നടത്തിയ പരീക്ഷയെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായല്ലോ, അതിനേക്കാൾ കൂടുതൽ സുതാര്യമായി കേന്ദ്രീകൃതമായി കുട്ടികളുടെ മെറിറ്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്ന നിലയിൽ വന്ന ഈ കേന്ദ്രീകൃത പരീക്ഷകൾ, അവയിൽ വന്നിരിക്കുന്ന ഈ മാറ്റം, ഈ വീഴ്ച, ഈ വലിയ ആക്ഷേപം അതെങ്ങനെ സംഭവിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത്? കേന്ദ്രം തന്നെ സുപ്രീം കോടതിയിൽ പറയുന്നത് സംസ്ഥാനങ്ങൾ നടത്തുന്ന ഇത്തരം മത്സര പരീക്ഷകൾക്ക് സുതാര്യതയില്ല, അത് നടപ്പിലാക്കാനുള്ള ആർജവം, ശേഷി സംസ്ഥാന സർക്കാരുകൾക്കില്ല, അവിടെ അഴിമതി ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ സീൽഡ് കവറിൽ സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നത്. അതിന്റെ പുറത്താണ് 2016 ഈ എന്താണ് പറയുക NDA നടത്തുന്ന എക്സാം തുടർന്നുകൊണ്ട് പോകട്ടെ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്യുന്നത്. 2024 ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസം തൊട്ടേ അഴിമതി ഉണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യം, മുമ്പ് അവർ പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ 14 റിസൾട്ട് പറയും എന്നുള്ളതാണ്. ജൂൺ 14 റിസൾട്ട് വെളിയിൽ വിടും എന്ന് പറഞ്ഞിരുന്ന NTA 10 ദിവസം മുമ്പ്, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ അന്ന് പുരകത്തുമ്പോ വാഴ വെട്ടുക എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ, തിരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ ആലസ്യത്തിൽ, അതിന്റെ രാഷ്ട്രീയ ഹാങ് ഓവറിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം നിൽക്കുമ്പോൾ, സ്വാഭാവികമായും അതിന്റെ ഇടയിൽ കൂടെ ഇത്ര വലിയൊരു ക്രമക്കേട് നടന്ന ഒരു എക്സാമിന്റെ റിസൾട്ട് ഒളിച്ചു കടത്താമെന്ന് NTA പ്രതീക്ഷിച്ചു. അതിനുള്ള പണി തുടങ്ങി. അതുകൊണ്ടാണല്ലോ 14 പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ റിസൾട്ട് 4 പ്രഖ്യാപിക്കുമ്പോൾ, 10 ദിവസം മുമ്പേ പ്രഖ്യാപിക്കുമ്പോൾ യാതൊരുവിധ മുന്നറിയിപ്പും, 4 പ്രഖ്യാപിക്കുന്ന സമയത്തല്ലാതെ യാതൊരുവിധ മുന്നറിയിപ്പും കുട്ടികൾക്ക് പോലും NTA കൊടുത്തില്ല. രണ്ടാമത്, ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വെളിയിൽ വരുമ്പോൾ, അതായത് 180 മാർക്ക് ഉള്ള 180 ചോദ്യങ്ങൾ, 4 മാർക്ക് വീതമുള്ള 180 ചോദ്യങ്ങൾ വരുന്നു. മുഴുവൻ മാർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയത് 2 കുട്ടികൾക്കാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം മുഴുവൻ മാർക്ക് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല, അതായത് 720 മാർക്ക്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം കിട്ടിയിരിക്കുന്നത് 3 വിദ്യാർത്ഥികൾക്കാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സര പരീക്ഷയ്ക്ക്, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി 1ാം റാങ്ക് മുഴുവൻ മാർക്കോടുകൂടി 67 കുട്ടികൾ പങ്കിടേണ്ടി വരുന്നു. അങ്ങനെ പങ്കിടുന്നതിൽ 6 കുട്ടികൾ പരീക്ഷ എഴുതിയത് ഒരേ എക്സാം. വിദ്യാഭ്യാസ മന്ത്രി അടക്കം വിശദീകരിക്കുന്നുണ്ടായിരുന്നോ, ഗ്രേസ് മാർക്കും മറ്റുമൊക്കെ കൂട്ടിയപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ് എന്ന തരത്തിലായിരുന്നല്ലോ ആ വിശദീകരണം. ആ വിശദീകരണവും നിലനിൽക്കുന്നതല്ലേ വസന്ത്? അല്ല, അവിടെ ശ്രീ രതീഷ് അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നോക്കൂ, ഗ്രേസ് മാർക്ക് നൽകുമ്പോൾ സ്വാഭാവികമായും അതിനൊരു മാനദണ്ഡം പ്രഖ്യാപിക്കുമല്ലോ. ഇത് വിവാദമുണ്ടായതിനു ശേഷമാണ് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് എന്നിവർ പറയുന്നത്. അതെ, ആ മാനദണ്ഡം പ്രഖ്യാപിക്കുമ്പോൾ 1200 കുട്ടികൾക്ക് മാത്രം എങ്ങനെയാണ് മാനദണ്ഡം കിട്ടിയത്? കേരളത്തിൽ തന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന തിരുവനന്തപുരത്തെ 2ഓ 3ഓ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ എക്സാം സെന്ററിൽ ഇൻവിജിലേറ്ററിന്റെ പിടിപ്പുകേട് കാരണം പരീക്ഷ താമസിച്ചാണ് തുടങ്ങിയത്, അവർക്ക് സമയം നഷ്ടപ്പെട്ടു, പക്ഷെ അവർക്ക് ഗ്രേസ് മാർക്ക് ലഭ്യമായിട്ടില്ല. അതെങ്ങനെയാണ്? അതായത് രാജ്യം മുഴുവൻ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ സമയത്തിന്റെ പ്രശ്നം NDAയുടെ ഭാഗത്തു നിന്ന്, അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിതാ ഇന്ന മാനദണ്ഡത്തിന്റെ പുറത്ത് ഗ്രേസ് മാർക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നൊരു ഇന്റിമേഷൻ വിദ്യാർത്ഥികൾക്ക്, പൊതുസമൂഹത്തിന് മുമ്പാകെ NDA വെക്കേണ്ടിയിരുന്നില്ലേ? NDA വെച്ചില്ല. ഗ്രേസ് മാർക്ക് അവർ കൊടുത്തു എന്ന് പറയുന്നു. അതവർ പറയുന്നത് എപ്പോഴാണ്? ആരോപണങ്ങൾ ഉണ്ടായി ഒടുക്കം ഹർജിയുമായി കുട്ടികൾ കോടതിയിലേക്ക് പോയപ്പോഴാണ്. ഏതൊക്കെ കുട്ടികളാണ് വൈകി വന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കുട്ടികൾക്കാണ് പരീക്ഷയിൽ സമയം നഷ്ടപ്പെട്ടതെന്ന് NDA എങ്ങനെ കണ്ടെത്തി? അതിനെന്തു മാനദണ്ഡമാണ് അവർ നടപ്പിലാക്കി എന്നുള്ളത് പറയണ്ടേ? ഇത് കാടടച്ച് വെടിവെച്ച് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഇവരുടെ ബുക്കിൽ, NCERTയുടെ ബുക്കിൽ ഒരു ചോദ്യം തെറ്റായിരുന്നു അത്രയും, ചോദ്യത്തിന്റെ ഉത്തരം തെറ്റായിരുന്നു അത്രയും. അതുകൊണ്ട് ഞങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം മുഴുവൻ കുട്ടികൾക്കും കൊടുത്തു. ആ തെറ്റായ ഉത്തരം പഠിച്ചിട്ടായിരിക്കുമല്ലോ കുട്ടി വന്നത്. അത് സ്കിപ്പ് ചെയ്ത കുട്ടിക്ക് സ്വാഭാവികമായും 1 മാർക്ക് അത് ഒരു മാർക്ക് ലഭിക്കാതെ പോകേണ്ടതാണ്.
ആ ഉത്തരം അവർ മാർക്ക് ചെയ്തില്ലെങ്കിൽ, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, തെറ്റായ ഉത്തരമാണെങ്കിൽ പോലും എങ്ങനെയാണ് മാർക്ക് കൊടുക്കാൻ സാധിക്കുക? ഇങ്ങനെ തുടങ്ങി ഇന്ത്യയുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ പുറത്തുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനെ മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇവർ ഇപ്പോൾ മാർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നേരത്തെ വിദ്യാഭ്യാസ പ്രവർത്തനം കൂടി അദ്ദേഹം പറഞ്ഞില്ലേ, NTA എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. ഞാൻ കുറച്ചുകൂടി കടത്തി പറയുകയാണ്, ഇത് NTA അല്ല, ഇത് NDAക്ക് വേണ്ടപ്പെട്ടവരാണ് അതിലുള്ളത്. ഇത്രമാത്രം വലിയൊരു സ്കാം നടന്നു എന്ന് ജനം മുഴുവൻ പറയുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഗോദ്രയിൽ, ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ വിവിധ FIRകൾ കേന്ദ്രത്തിന്റെ BJP തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇടപെട്ട് കഴിയുമ്പോൾ, ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിൽ 6 or 7 ചെക്കുകൾ പിടിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് NTA പിരിച്ചുവിടാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നത്? എന്തുകൊണ്ടാണ് NDA ചെയർമാനെതിരെ ആക്ഷൻ എടുക്കാൻ കേന്ദ്രത്തിന് ഇത്ര വൈക്ലഭ്യം, ഇത്ര ബുദ്ധിമുട്ട്? അതായത് NDAക്ക് പ്രിയപ്പെട്ട കുറച്ചുപേരെ ചേർത്ത്, യോഗ്യതയില്ലാത്തവരെ ചേർത്ത്, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ ചേർത്ത് ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ് NDA എന്ന് പറഞ്ഞുണ്ടാക്കിയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള, ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണിത്. ആ രാജ്യത്തെ വിദ്യാർത്ഥികൾ എഴുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണിത്. നോക്കൂ, ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഡൽഹി എയിംസിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 52ാമത്തെ റാങ്ക് വരെയുള്ള ആളാണ് ഏറ്റവും അവസാനം ഡൽഹി എയിംസിൽ കയറിയത്. ഇത് 67 പേർക്ക് ഒരേ മാർക്ക് കിട്ടിയിരിക്കുന്നു. ഡൽഹി എയിംസിൽ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 67 പേരും പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ മാർക്കാണ്, ഞങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അതായത് ഇവർ കൊടുക്കുന്ന ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന സംവിധാനം, അത് അവരുടെ, നമ്മൾ ഈ എന്താണ് പറയുന്നത്, ഇവിടുത്തെ ലാംഗ്വേജിലൊക്കെ പറയല്ലേ ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയതാണെന്ന്. ഇത് പൊളിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ, ഈ തട്ടിപ്പ് പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, ഇവർ NTA എന്ന് പറയുന്ന സംവിധാനം, BJPയുടെ പ്രിയതമരായ NTA എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ഏജൻസി, ആ തട്ടിക്കൂട്ട് ഇറക്കിവിട്ട ക്യാപ്സ്യൂളാണിത്. അതർവൈസ് എന്ത് ചെയ്യണം? അല്ലാത്ത പക്ഷം അവരത് കൃത്യമാണ്, ഞങ്ങൾ ഇന്ന മാനദണ്ഡ പ്രകാരം ഇത്ര കുട്ടികളെ ഇന്ന രീതിയിൽ കണ്ടെത്തി, ഇവർക്കൊക്കെ സമയനഷ്ടം ഉണ്ടായെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു, അതിന് ഇന്നതായിരുന്നു മാനദണ്ഡം, അതിന് ഇന്ന അന്വേഷണ കമ്മീഷനെ ഞങ്ങൾ വെച്ചു, അങ്ങനെയാണ് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് എന്നൊരു വിശദീകരണം പറയണ്ടേ? ഇത് 4 ലൈനിൽ എന്താ പറയുന്നത്, കടല പൊതിയാൻ വരുന്ന പേപ്പറിൽ 4, 3, 7 വാക്ക് എഴുതി വെച്ചിട്ട് അത് NDAയുടെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് മിണ്ടാതിരിക്കാൻ തൽക്കാലം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ സൗകര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വസന്ത്, ശ്രീ ഷാജിർ ഖാൻ, തിരികെ എത്താം വളരെ വേഗത്തിൽ. എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ വഴികൾ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗൂഢമായ സംഘം പ്രവർത്തിക്കുന്നത്? ഇത്രയും സുതാര്യത ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ എന്നാൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് രാജ്യമാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിൽ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നീറ്റ് പരീക്ഷയിൽ സംഭവിക്കുന്നതാണ്, നെറ്റ് പരീക്ഷയിൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ സുതാര്യമായ പരീക്ഷാ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയത് എവിടെ, ആരൊക്കെ ബോധപൂർവ്വം ഇടപെട്ടു തുടങ്ങിയ ചോദ്യങ്ങൾ രാജ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീ ഷാജിർ ഖാൻ നേരത്തെ വസന്ത് വിശദമായി തന്നെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ രാഷ്ട്രീയ ആംഗിളിൽ സംസാരിക്കുകയാണ്. ശ്രീ ഷാജിർ ഖാൻ, ബീഹാറിൽ നിന്ന് വരുന്ന വാർത്ത 4 വിദ്യാർത്ഥികളെ കൂടി അവിടെ അറസ്റ്റ് ചെയ്തതാണ്. അവർ പോലീസിന് കൊടുത്ത മൊഴിയൊക്കെ പരിശോധിക്കുമ്പോൾ തലേ ദിവസം തന്നെ ചോദ്യപേപ്പർ കിട്ടി, ചോദ്യപേപ്പർ മാത്രമല്ല ഉത്തരക്കടലാസം കൊടുത്തുവെന്നാണ്. അത് നോക്കിപ്പോയി എഴുതുക മാത്രമാണ് ചെയ്തത്. 40 ലക്ഷം രൂപയോളം അവർ ആവശ്യപ്പെട്ടു. അതിൻ്റെ ചെക്കുകളടക്കം തെളിവായി പിടിച്ചെടുത്തിട്ടുണ്ട്. ബീഹാറിൽ മാത്രം ഇപ്പോൾ ഇന്നത്തെ 4 അറസ്റ്റും കൂടെ കൂട്ടിയാൽ 17 പേർ അറസ്റ്റിലായി എന്നാണ് അവിടുത്തെ വിവരം. മറ്റ് പലയിടത്തും നേരത്തെ തന്നെ നടന്ന ക്രമക്കേടിൻ്റെ തുടർച്ച ഇവിടെ ഉണ്ടായി എന്ന സംശയം ഉൾപ്പെടെ വരുമ്പോൾ ഇത് എങ്ങനെയാണ് ചോരുന്നത്? ഇതാരാണ് ഇതിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഗൗരവതരമായൊരു പ്രതികരണം ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാതെ പോകുന്നത് എന്ന സംശയം അത് കൂടുതൽ ശക്തിപ്പെടുകയല്ലേ? അതിനകത്ത് സൂചനകളോ സംശയങ്ങളോ അവശേഷിക്കുന്നില്ലല്ലോ. വളരെ വ്യക്തമാണ്. എന്തിനാണ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ വിദ്യാർത്ഥികളല്ലല്ലോ കുറ്റക്കാർ. യഥാർത്ഥ കുറ്റവാളികൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റും അതിന് ചുക്കാൻ പിടിച്ചവരുമാണ്. ഈ പറഞ്ഞതുപോലെ ചോദ്യപേപ്പറുകളോ അതിന്റെ സൂചികകളോ വിറ്റു പണം വാങ്ങിയ മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുത്തവരാണ്. അപ്പൊ അവരല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്? എന്തുകൊണ്ട് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉത്തരവാദപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നില്ല, ഈ ഏജൻസിയെ പിരിച്ചുവിടുന്നില്ല? എന്നാലല്ലേ എന്തെങ്കിലും വിശ്വാസ്യത ജനങ്ങൾക്കുണ്ടാവും. ഇപ്പൊ ഈ പരീക്ഷയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രാജ്യത്തിനാകമാനം, രാജ്യത്തിനല്ല ലോകത്തിന് മുന്നിൽ നമ്മൾ ശിരസ് കുനിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച അത്രയും അപമാനകരമായ ഒരു നടപടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയല്ലേ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അപ്പൊ അതുകൊണ്ട് ഈ 40 ലക്ഷം രൂപ ചോദിക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി വലവിരിക്കുക, അവർക്ക് വേണ്ടി ഈ പറയുന്ന ഗ്രേസ് മാർക്ക്, എന്താണ് ഈ ഗ്രേസ് മാർക്ക്? അങ്ങനെ ഒന്നും പരീക്ഷാ മാനുവലിൽ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അങ്ങനെ ഒന്ന് ചെയ്യാൻ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇല്ലാത്തൊരു കാര്യം, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, നിയമവിരുദ്ധമായ കാര്യം, അധാർമികമായ കാര്യം.
അങ്ങനെ ഒരു കാര്യം കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്ത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ എങ്ങനെയാണ് കുറെ പേരെ പാസ്സാക്കാൻ പറ്റുക, കുറെ പേർക്ക് ഉയർന്ന റാങ്ക് കൊടുക്കാൻ പറ്റുക? അസാധ്യമായ കാര്യം. അങ്ങനെ ഒന്നും ചെയ്താൽ ആ നിമിഷം അത് ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് നിലനിൽക്കാനാവില്ല. ആ പരീക്ഷയ്ക്ക് സുതാര്യതയോ മെറിറ്റോ എന്തെങ്കിലും അളവിലുള്ള ഒരു മര്യാദയോ പാലിക്കാത്ത ഒരു എക്സാമിനേഷൻ കണ്ടക്ഷനാണ് നടന്നത് എന്നുള്ളതിന് വാസ്തവത്തിൽ അതിലേറെ തെളിവുകൾ ആവശ്യമില്ല. അപ്പോ ഇനി കൂടുതൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി അന്തിമമായി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ അങ്ങനെ ഒരു കേസും സുപ്രീം കോടതിയുടെ ഇടപെടലും ഒരു വിധിയും വരുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച, കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ ആളുകൾക്ക് ഒരു ബാധ്യതയില്ലേ? അതിനകത്ത് അവരുടെ നിലപാടെന്താണ്? ഒരു നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അപ്പൊ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ വിദ്യാർത്ഥികൾ കേസിന് പോകുന്നു, അവരതിന്റെ ഇരകളാണ്. ഓർക്കണം, നമ്മൾ സംസാരിക്കുന്നത് വേട്ടക്കാരെ പറ്റിയാണ്. ഈ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കിയ, ഈ പരീക്ഷയുടെ സുതാര്യത ഇല്ലാതാക്കിയ, വിശ്വാസ്യതയ്ക്ക് കളങ്കം ചാർത്തിയ സുപ്രീം കോടതി തന്നെ വിശ്വാസ്യതയും സുതാര്യതയും ഇല്ലാതായി, പവിത്രത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ദേശീയ പരീക്ഷയെ സംബന്ധിച്ച് ആ പരീക്ഷയ്ക്ക് ഉത്തരവാദിത്വം വഹിച്ച ആളുകളെ അവർക്കെതിരെ നടപടി എടുത്തിട്ട് വേണം ബാക്കി സംസാരിക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്ന കാലത്തോളം പിന്നെ നമ്മൾ ആരോടാണ് പരാതിപ്പെടേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? സുപ്രീം കോടതി വിധി വരും എന്ന് അന്തിമമായി നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വസന്ത് സിരിയക്ക്, നേരത്തെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ പരീക്ഷ വിജയിപ്പിച്ച ഒന്ന് ചോദ്യപേപ്പർ ചോർത്തി വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന രീതി അത് ദേശീയ തലത്തിൽ നടപ്പാക്കുന്നതാണ് അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത്. അതേസമയം തന്നെ ABVP പ്രസ്താവനയും നിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വീഴ്ച, നെറ്റ് പരീക്ഷകളുടെ വീഴ്ച തടയാൻ ഉചിതമായ നടപടി വേണം, ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ആവശ്യപ്പെടുന്നത്. ആ സമയത്ത് കേന്ദ്ര സർക്കാരിനെതിരായ ഈ ആരോപണങ്ങൾ ABVP ഉൾപ്പെടെ ഈ പരീക്ഷയിലെ ക്രമക്കേടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക തലത്തിലെ, ഭരണതലത്തിലെ ആളുകളുടെ അറിവോടെയാണ് ഇത്തരം ക്രമക്കേടുകൾ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ടോ? അല്ല ശ്രീ രതീഷ്, അവിടെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നോക്കൂ, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മുസ്ലിം പ്രകടനമാണ് എന്ന് പറഞ്ഞവർ കാണാതെ പോയൊരു കാര്യമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ ആ പ്രകടന പത്രികയിൽ 4ാമത്തെ ഖണ്ഡത്തിൽ പറഞ്ഞത് ഈ രാജ്യത്ത് നടക്കുന്ന പരീക്ഷകൾ സുതാര്യമാക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പറഞ്ഞത്? കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ 70 പരീക്ഷകളാണ് റദ്ദ് ചെയ്യപ്പെട്ടത്. 112ഓളം പരീക്ഷകളാണ് വിവാദങ്ങളിൽപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജികൾ, 1000-ലേറെ ഹർജികളാണ് കോടതിയുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി ആ വിഷയങ്ങളിലൊക്കെ ഞങ്ങൾ കാണുന്നത് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് BJP കേന്ദ്രത്തിൽ നിന്ന് വളരെ കൃത്യമായി പ്ലാൻഡ് ആയ ഒരു ഓപ്പറേഷൻ രാജ്യത്തെ പരീക്ഷാ സംവിധാനങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ, അതിൽ നിന്ന് കൊള്ളയടിക്കാൻ, അതിൽ അഴിമതി നടത്താൻ ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പറഞ്ഞതാണ്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസത്തെ നീറ്റ് പരീക്ഷയും ഇന്നലെ റദ്ദാക്കിയിരിക്കുന്ന നമ്മുടെ നെറ്റ് പരീക്ഷയുടെയും റിസൾട്ടിന്റെ പുറത്തുണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്നലെ നെറ്റ് റദ്ദാക്കും. അതിന്റെ ഒരു കാര്യം കൂടി, ഇന്നലെ നെറ്റ് റദ്ദാക്കുന്നു, നെറ്റ് എക്സാമിന്റെ റിസൾട്ട്. ആരാണ് അതിന്റെ കാരണക്കാര്? അത് നടപ്പിലാക്കിയവരുടെ പിഴവ് മൂലമാണ്. നാളെ ഞാൻ ആ നെറ്റിന് പരീക്ഷയ്ക്ക് എഴുതി വീണ്ടും ഞാൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് വീണ്ടും ഞാൻ പരീക്ഷ എഴുതണം. എന്റെ പിഴവ് മൂലമല്ല എന്ന്. ശരി, അത്തരത്തിൽ വലിയ തട്ടിപ്പുകളും ഒക്കെ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. സ്ഥാപിത താല്പര്യം മാത്രമല്ല, സാമ്പത്തികമായ ലാഭവും ഉണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇരുവർക്കും നന്ദി.